ചലഞ്ചറാപ്പിന്റെ SSC യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് ഒരു സെലക്ഷൻ പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ ആണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്. നോട്ടിഫിക്കേഷൻ നമുക്ക് 2-ാം തീയതി വന്നതാണ്. ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്, ഇത് എന്താണ്? നമുക്ക് സാധാരണ CGL-ലും CHS-ലും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ സെലക്ഷൻ പോസ്റ്റ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതിനെപ്പറ്റി കുറെ ഡൗട്ട് ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ഡിസ്കഷൻ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് എന്ന് വരെ അപ്ലൈ ചെയ്യാമെന്ന് വെച്ചാൽ 23-ാം തീയതി വരെ, ഈ മാസം 23 വരെ നമുക്കിത് അപ്ലൈ ചെയ്യാൻ കഴിയും. 23/6 വരെ നമുക്കിത് അപ്ലൈ ചെയ്യാൻ കഴിയും കേട്ടോ. അതിന്റെ ഓൺലൈൻ അടയ്ക്കുന്നതും 23 വരെ തന്നെയാണ്. പിന്നെ കറക്ഷൻ വിൻഡോ 28 തൊട്ട് 30 വരെയാണ്. അതായത് എന്തെങ്കിലും മിസ്റ്റേക്ക് നമ്മൾ അപ്ലൈ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് എങ്കിൽ അത് എന്ത് ചെയ്യാം, മാറ്റാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് ടൈം തരും. അത് 28 to 2 ദിവസം തരും. 28 to 30 വരെയാണ്. അതിന്റെ എക്സാം ഡേറ്റ് വരുന്നത് 24 ജൂലൈ to 4th ഓഗസ്റ്റ് വരെയാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ CGL തുടങ്ങുന്നത്. ഓക്കെ, അങ്ങനെ വന്നിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ. അപ്പൊ ഇതിലെ ഒരു 140ഓളം പേജുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണിത്. അപ്പൊ ഞാൻ എല്ലാം ഒന്നും എടുത്തിട്ടില്ല. എന്താണോ നമുക്ക് ആവശ്യമുള്ളത് അത് മാത്രമാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ. എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതും അതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അവരുടെ കാറ്റഗറി, അവരുടെ ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 1/8/2025 വെച്ചിട്ടാണ് അവര് കണക്കാക്കുന്നത്. അപ്പം ഓരോ പോസ്റ്റിനും ഓരോ ഏജും കാര്യങ്ങളും, നമ്മൾ SSC CGL പോലെ ഓരോ പോസ്റ്റിനും ഓരോ ഇതൊക്കെയാണ്. അപ്പൊ ഇപ്പൊ ചിലത് 18 to 25 ആയിരിക്കും, 18 to 27, 18 to 30 ഉണ്ട്, 35 ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ വായിച്ചാൽ മനസ്സിലാവും ഓരോ ഏജ് ലിമിറ്റ് അതുണ്ട്. എത്രയാണ് ഓരോ പോസ്റ്റിനും ഓരോ ഏജ് ലിമിറ്റ് ആണ്. അപ്പൊ ഇപ്പൊ 18 to 35 വരെയുള്ള ഒരു ആളിന്റെ എന്നാണ് അതിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറയുന്നത് 2/8/1990-നും 1/8/2007-നും ഇടയ്ക്ക് തന്നെ വരണം. കണക്കാക്കുന്നത് 1/8/2025 എന്നുള്ള ഡേറ്റ് വെച്ചിട്ടാണ് അവർ ആ വയസ്സ് കണക്കാക്കുന്നത് കേട്ടോ. ഏജ് ലിമിറ്റ് ഒരുപാട് പേർക്ക് ഡൗട്ടാണ്, ഇന്ന അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ OBC SC ക്കൊക്കെ 5 years 3 years ഒക്കെ അതിനനുസരിച്ചിട്ടുള്ള ഏജ് റിലാക്സേഷൻസ് വരുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ, നിങ്ങളുടെ ഏജും നിങ്ങളുടെ പോസ്റ്റും അനുസരിച്ച് ഓരോ പോസ്റ്റിനും ഓരോന്നായിരിക്കും. ചിലർക്ക് 21 to 25, 21 അങ്ങനെ. നിങ്ങളുടെ ഏത് പോസ്റ്റ് ആണോ അപ്ലൈ ചെയ്യുന്നത് ആ പോസ്റ്റിനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. അതായത് ഇതിന്റെ ഇടയിലാണോ നിങ്ങൾ ജനിച്ചിട്ടുള്ളതെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാം. ഇതിന്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ ടെലിഗ്രാം പേജിൽ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് വായിച്ചിട്ട് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അപ്ലൈ ചെയ്യുന്നത് പേ ഫീ ഫോർ ഈച്ച് കാറ്റഗറി ഓഫ് പോസ്റ്റ്. നമ്മൾ ഏത് പോസ്റ്റിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് അതിന് സെപ്പറേറ്റ് നമ്മൾ ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. അതാണ് ഇത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട്. ഓരോ പോസ്റ്റിന് വേണ്ടിയിട്ട് നമുക്കിപ്പോ CGL ഒക്കെ ആണെങ്കിൽ ഇപ്പം ഒത്തിരി പോസ്റ്റുകൾക്ക് വേണ്ടി നമുക്ക് ഒറ്റതായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അല്ലെ. അപ്പൊ 100 രൂപ കൊടുത്തിട്ട് നമ്മൾ എല്ലാത്തിനും കൂടി അപ്ലൈ ചെയ്യും. പക്ഷെ ഇതിന് നമുക്ക് ഏത് പോസ്റ്റിനാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അതിന് പ്രത്യേകം അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. പോസ്റ്റ് സെപ്പറേറ്റ്ലി ആണ് കേട്ടോ. ഈച്ച് കാറ്റഗറിക്കും അപ്ലൈ ചെയ്യേണ്ടതും സെപ്പറേറ്റ് ആണ്, ഫീസ് അടയ്ക്കേണ്ടതും സെപ്പറേറ്റ് ആയിട്ട്. എല്ലാ പോസ്റ്റിനും സെപ്പറേറ്റ് ആയിട്ട് ഫീസ് അടച്ച് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അതാണ് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉള്ളത്. ഒറ്റ പ്രാവശ്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ പറ്റില്ല. പിന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ നോട്ടിഫിക്കേഷനെ കുറിച്ച് നന്നായിട്ട് വായിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും കേട്ടോ. അപ്പൊ എല്ലാവരും നമ്മൾ ഓൺലൈൻ വഴിയാണ് ആപ്ലിക്കേഷനും കാര്യങ്ങളും ഒക്കെ അയക്കുന്നത്. ഫീ എന്ന് പറയുന്നത് 100 rupees ആണ് കേട്ടോ. 100 rupees ആണ്. ഓൺലൈൻ വഴിയാണ് നമുക്ക് അപ്ലൈ അടയ്ക്കാൻ പറ്റുന്നത്. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 24/6/2025 ആണ് ഫീ അടയ്ക്കാൻ പറ്റുന്നത്. 23 വരെയാണ് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അപ്പൊ എല്ലാത്തിനും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അടയ്ക്കേണ്ടതുണ്ട്. വുമൻസ്, SC ST PWBD എക്സ് സർവീസ്മെൻ അവർക്കൊന്നും ഫീസ് ഇല്ല. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും എന്തുണ്ട്, ഫീസ് ഉണ്ട് കേട്ടോ. പിന്നെ അതിന്റെ എക്സാമിനേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. നമുക്കതില് എങ്ങനെയാണ് അടുത്ത സ്കീം ഓഫ് എക്സാമിനേഷൻ നോക്കാം. 3 സെപ്പറേറ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻസ് ആയിരിക്കും. MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള എക്സാമിനേഷൻസ് തന്നെയാണ്. ഒന്ന് മെട്രിക്കുലേഷൻ ലെവലിലുള്ളവർക്ക്, ഒന്ന് +2 ലെവല്, ഒന്ന് ഗ്രാജുവേഷൻ ആൻഡ് അതർ ലെവലിലുള്ളവർക്ക്. അങ്ങനെ ഓരോ 3 ആയിട്ടാണ് അവർ നടത്തുന്നത്. അപ്പൊ അതിൽ ചോദിക്കുന്നത് ജനറൽ ഇന്റലിജൻസ്, ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അതായത് ബേസിക് അരിത്തമെറ്റിക് ഉള്ളത്, പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് കേട്ടോ. അത് 25 ക്വസ്റ്റ്യനും 50 മാർക്കും വെച്ചിട്ടാണ് അതിന്റെ അത് വരുന്നത്. പിന്നെ അതിന്റെ ഡ്യൂറേഷൻ ഓഫ് എക്സാമിനേഷൻ വരുന്നത് 60 minutes ആണ്. PWD കാറ്റഗറിയിലുള്ള കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 80 minutes ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ എക്സാമിനേഷൻ പാറ്റേൺ വരുന്നത്. സംഭവം ഒന്നും തന്നെയല്ല. ജനറൽ ഇന്റലിജൻസ് ചോദിക്കുന്നു, നമ്മുടെ റീസണിങ്, ജനറൽ അവയർനെസ്, മാത്സ്, ഇംഗ്ലീഷ്, ഇത്ര തന്നെയാണ്. എല്ലാത്തിലും ചോദിക്കുന്ന പോലെ തന്നെയാണ്. പിന്നെ അതിന്റെ ക്വസ്റ്റ്യൻ വേരി ഉണ്ടാവും. പിന്നെ അതിൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. 0.50 മാർക്സ് ആണ് ഓരോ ക്വസ്റ്റ്യനും പോകുന്നത്. അതുപോലെ തന്നെ അവർക്ക് ഹിന്ദിയിലും ഇംഗ്ലീഷിലും കണ്ടക്ട് ചെയ്യാൻ പറ്റും. അത് നമ്മള്
CBT അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം നമുക്ക് അവിടെ ചെന്നിട്ട് മാറ്റാൻ പറ്റും കേട്ടോ. ഹിന്ദി ആണോ ഇംഗ്ലീഷ് ആണോ നമുക്ക് അവിടെ നിന്ന് തന്നെ ഓരോ ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത് നോക്കുന്നത് പോസ്റ്റുകളാണ് കേട്ടോ. പോസ്റ്റുകൾ ഒത്തിരി ഉണ്ട്. അപ്പം ഈ എല്ലാ പോസ്റ്റുകളുടെയും വേക്കൻസികൾ കൊടുത്തിട്ടുണ്ട്. അതിപ്പോ എന്താണ് ടോട്ടൽ വേക്കൻസി. ഇപ്പം എല്ലാ പോസ്റ്റുകളും നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറ്റുന്ന പോസ്റ്റുകൾ മാത്രം അപ്ലൈ ചെയ്യുക. കാരണം ഓരോ പോസ്റ്റിനും നമ്മൾ സെപ്പറേറ്റ് ഫീസ് കൊടുത്ത് സെപ്പറേറ്റ് ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അത് ഒരു കാര്യം. പിന്നെ നമ്മുടെ വേക്കൻസിയും ഇതെന്താണെന്ന് ഇതിനെ പറ്റി മനസ്സിലാക്കി ഒന്ന് അപ്ലൈ ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പൊ ഇതിൽ വേണ്ട ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചില ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വ്യത്യസ്തമായിരിക്കും. മെട്രിക്കുലേഷൻ ലെവല്, ഡിഗ്രി ലെവല്, പ്ലസ് ടു ലെവൽ അങ്ങനെ വ്യത്യസ്തമാണെന്ന് പറഞ്ഞാൽ അതിന്റെ EQ ലെവൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടോ മെട്രിക്കുലേഷൻ ആണോ ഹയർ സെക്കൻഡറി ആണോ ഈ പോസ്റ്റിൽ വേണ്ടതെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം അത് ഏത് ഡിപ്പാർട്ട്മെന്റിൽ വരുന്നതാണ്, അതിന്റെ ഏജ് വരുന്നുണ്ട്, അതിന്റെ പേ സ്കെയിൽ ലെവൽ എല്ലാം ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാല് കൂടുതൽ വേക്കൻസി ഉള്ളത് അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഒന്നുകിൽ ലെവല് ഗ്രാജുവേറ്റ് ലെവലാണോ 10th ലെവലാണോ അങ്ങനെ നോക്കി അപ്ലൈ ചെയ്യാം. പിന്നെ ഏജ് നോക്കി അപ്ലൈ ചെയ്യാം. പിന്നെ വേക്കൻസി നോക്കി അപ്ലൈ ചെയ്യാം. പിന്നെ ഡിപ്പാർട്ട്മെന്റുകളും പോസ്റ്റ് നെയിം വെച്ച് അപ്ലൈ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് പറ്റുന്നത് അപ്ലൈ ചെയ്യാം കേട്ടോ. ഒരെണ്ണത്തിന് നമുക്ക് 100 രൂപയാണ് ഒരു പോസ്റ്റിന് കേട്ടോ. ഇതില് ഒരു എത്ര പോസ്റ്റാ വരുന്നതെന്ന് വെച്ചാൽ ഒത്തിരി പോസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. 365 പോസ്റ്റ് വരുന്നുണ്ട്. 365 പോസ്റ്റ് ഒന്നും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഏതാണോ വേണ്ടത് എന്നുള്ള ഒരു പോസ്റ്റ് എടുക്കുക, വേക്കൻസി ഉള്ളത് നോക്കുക, അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം എല്ലാത്തിന്റെയും വേക്കൻസി കണ്ടില്ലേ, വളരെ കുറവാണ് ഓരോ വേക്കൻസി. 365 പോസ്റ്റുകളുണ്ട്, പക്ഷെ വേക്കൻസികൾ എങ്ങനെയാണ്. അപ്പൊ നിങ്ങൾക്ക് പറ്റുന്നത് വെച്ചിട്ട് എവിടെയാണോ ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ നിങ്ങൾക്ക് ജോലി താല്പര്യമുള്ളത് അതുപോലെ ഇങ്ങനെ ഓരോ എന്താണ് ഫയർമാൻ ഉണ്ട്, MTS ഉണ്ട്, അങ്ങനെ ഒരുപാട് പോസ്റ്റുകളുണ്ട്. 365 പോസ്റ്റുകളുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വേണ്ട പോസ്റ്റുകൾ മാത്രം അപ്ലൈ ചെയ്യുക. ഞാൻ പറയുന്നത് സെപ്പറേറ്റ് ഫീസാണ്, അതൊരു കാരണമാണ്. പിന്നെ നിങ്ങളുടെ പ്രായം, ഏജ് ലിമിറ്റും നിങ്ങളുടെ പേ സ്കെയിലും ഒക്കെ വെച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാൻ കേട്ടോ. 365 ഉണ്ട്. മൊത്തം നമുക്ക് 2423 വേക്കൻസിയാണ് ഉള്ളത്. 2423 വേക്കൻസികളാണ് ഉള്ളത്. ജനറൽ കാറ്റഗറി 1169 ആണ്. ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് 2423 ആണ്. ഇങ്ങനെയാണ് ഇതിന്റെ വേക്കൻസി വരുന്നത്. അപ്പോ എന്ത് ചെയ്യാം, ആവശ്യമുള്ള പോസ്റ്റുകൾ മാത്രം നോക്കി അത് മാത്രം അപ്ലൈ ചെയ്താൽ മതിയാവും കേട്ടോ. ഇപ്പൊ ഇതൊക്കെ കുറച്ച് കൂടുതൽ വേക്കൻസി ഉള്ളത്. ഇപ്പൊ ഞാൻ 365 പോസ്റ്റുകളും ഇതിൽ എടുത്തിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഏത് പോസ്റ്റ് ആണോ വേണ്ടതെന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യുക, അത് മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഒന്നിൽ പോസ്റ്റ് നോക്കുക, അല്ലെങ്കിൽ പേ സ്കെയിൽ നോക്കുക, അല്ലെങ്കിൽ എന്താണ് ഗ്രാജുവേഷൻ വേണോ പ്ലസ് ടു വേണോ അങ്ങനെ നോക്കുക, ഇല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് നോക്കുക കേട്ടോ. അങ്ങനെ വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ എല്ലാരും വേഗം തന്നെ അപ്ലൈ ചെയ്ത് പോവുക. 23-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യാൻ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റ് ചെയ്ത് ചോദിക്കുക, റിപ്ലൈ തരാവുന്നതായിരിക്കും. എല്ലാവരും വേഗം അപ്ലൈ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.